ഹായ് മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് യു വേഴ്സസ് ദം കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിനെ പറ്റി ആലോചിക്കുക, തിങ്ക് ചെയ്യുക. അവരോട്ടുണ്ടായിരുന്ന ഗുഡ് മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഓ മൈ ഗോഡ്, യുവർ പേഴ്സൺ യൂണിവേഴ്സ്. നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നമുക്ക് നോക്കാം. Your person, sorry, your person thoughts and feelings. Your person thoughts and feelings. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നമുക്ക് നോക്കാം. തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷൻ, കഴിഞ്ഞു പോയ ഏതോ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളൊരു സിറ്റുവേഷനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, ശരിക്കും നിങ്ങൾ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പോലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്കത് ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് മുമ്പ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഏതോ ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, വ്യക്തി തന്നെ ആവണമെന്നില്ല, ഒരു സിറ്റുവേഷനിൽ ശരിക്കും സ്റ്റക്കാണ്. ഓക്കെ, ഒരു വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം അല്ലെങ്കിൽ പാഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷന് ഭയങ്കരമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുക, ഒരു വ്യക്തിനെ പറ്റി തിങ്ക് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി ചില ആൾക്കാരൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയുക, ആ ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വരാനുള്ള ചാൻസസ് ഹൈ ആണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, വീണ്ടും നിങ്ങൾക്കത് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു വ്യക്തി, നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട് പിന്നെയും അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, മേ ബി നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഓർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എല്ലാം ഒന്ന് പഴയ പോലെ ആവാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ സ്റ്റക്കാണ്, അത്രയും അഡിക്റ്റഡ് ആണ് ആ ഒരു വ്യക്തിയിൽ. ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വൈ, എന്താണിങ്ങനെ? ഐ ഡോണ്ട് നോ. ഈ കാണുന്ന ആൾക്കാർ ശരിക്കും ഭയങ്കര സ്റ്റക്കായിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തി വീണ്ടും വരാനായിട്ടും, ആ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്കൊരു ഗുഡ് ഫാമിലി വേണമെന്നും ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുവാണ്. ശരിക്കും അഡിക്റ്റഡ് ആണ് ആ ഒരു വ്യക്തിയിൽ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റക്കുമാണ്. നെക്സ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ എന്ത് എടുക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ വയ്യാത്തതുപോലെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സോ നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
സി അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമൊക്കെയാണ് കേട്ടോ. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി അവരും ആഗ്രഹിക്കുന്നുണ്ട്. റെഡിയാണ് അവരിപ്പോൾ. ഓക്കെ, നോക്കൗട്ട് ആ സിറ്റുവേഷൻ ഇരിക്കുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളൊരു ഒരു കോൺടാക്റ്റിൽ ഏർപ്പെടാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഒട്ടും എക്സ്പ്രസീവ് അല്ലായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ആ ഒരു ഫീലിങ്സ് അവരൊട്ടും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ ചില വ്യക്തികൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം അവരുടെ അടുത്ത് മെസ്സേജ് അയക്കി കൊടുക്കുകയൊക്കെ ചെയ്താലും അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ആക്ച്വലി അവർ കൂടുതലും അവർക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പല കാര്യങ്ങളിലും വേറെ പല കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ മിസ്സും ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ വേറെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ജോബ് ആയിരിക്കാം, ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം. വളരെ കുറച്ച് ആൾക്കാർക്ക് ചില ആൾക്കാർ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് ഇൻവോൾവ് ആവുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ, എല്ലാവർക്കൊന്നും ഞാൻ പറയുന്നില്ല. സോ ഈ ഒരു ടൈം അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ സ്വയം മാറുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്. മേ ബി അധികം ഇതിനകത്തൊന്നും ഇൻവോൾവ് ആവാതെ അവർ തന്നെ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്കമ്മും കൂടെ നോക്കാം. എന്ത് ഔട്ട്കമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ വ്യക്തിയുടെയും. സോ നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണോ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ തിങ്ക് ചെയ്യണോ? നമുക്ക് നോക്കാം. ഓക്കെ, സി എനിക്കിവിടെ കാണാൻ പറ്റുന്നത്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു എൻഡിങ് സൈക്കിളായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ ഒരു കാര്യം എന്തായതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പിലോട്ട് ഇൻവോൾവ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന്. സോ അത് തന്നെയാണ് കാണിക്കുന്നത്. ചില ആൾക്കാർ ഇതിനകത്ത് വേറൊരു റിലേഷൻഷിപ്പിലോട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പാസ്റ്റിനെ മറക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഒത്തിരി അഡിക്റ്റഡ് ആവാതിരിക്കുക ആ ഒരു വ്യക്തിയിൽ. ആ വ്യക്തിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അവരില്ലാത്തൊരു സിറ്റുവേഷൻ എനിക്ക് പറ്റില്ല എന്നുള്ള ഇതിൽ നിന്ന് നിങ്ങൾ മാറേണ്ട ഒരു ടൈമാണ്. അഡിക്റ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു എൻഡിങ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ അടുത്ത് വരും. എങ്ങും പോയില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അല്ലാത്തവർ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുകയോ ഒന്നും വേണ്ട. അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വരും ഡെഫിനറ്റ്ലി. കുറച്ച് ആൾക്കാർക്ക് ഇതൊരു എൻഡിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈക്കിള് എൻഡ് ചെയ്തിട്ട് പുതിയൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക്, പുതിയൊരു സൈക്കിൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഡിസിഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ വേണ്ടയോ, ഇതിനകത്തൊന്ന് മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ, ഇതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. സോ ഇതാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് ഫീലിങ്സ്. ഓക്കെ, താങ്ക് യു.